ഒരു കാലത്ത് ഇന്ത്യയിലെ ഏതൊക്കെയോ സംസ്ഥാനങ്ങളിൽ മാത്രം നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളുമാണ് ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ അത്രയധികം മുറിവേൽപ്പിക്കുന്ന വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസുകളിൽ ഇപ്പോൾ ഇൻവോൾവ് ആയിരിക്കുന്ന കുട്ടികൾ, പ്രതികളെന്ന് പറയുന്ന ആൾക്കാർ അവർ 20കളിൽ സഞ്ചരിക്കുന്ന വ്യക്തികളാണ്. 20, 23, 24, 25 വയസ്സുകളിലുള്ള കുട്ടികളാണ് ഇങ്ങനെയുള്ള ക്രൂരം അതിനികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെയാവാം ഈ കുട്ടികളെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക? ഒരുപാട് പേര് പറയുന്നു അവരെ സിനിമകളാണ്. മേ ബി അങ്ങനെ ആയിരിക്കാം. ചില ആൾക്കാർ കൂട്ടുകെട്ടുകൾ പറയുന്നു, മദ്യവും മയക്കുമരുന്നും പറയുന്നു. ഇതൊക്കെ ഒരു റീസൺസ് ആയിരിക്കാം. പക്ഷേ ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഒരു മെയിൻ റീസൺ ഉണ്ട്, നമ്മളുടെ പാരൻറ്റിങ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് പോവാതെ അവരെ സുരക്ഷിതരാക്കാനായിട്ട് നമുക്ക് കഴിയും. ചിന്തിക്കുക.